നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താന്യത്ത് വീടിനകത്ത് ഷാൾ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. താന്യം 18ാം വാർഡ് ന്യൂ ഗാർഡൻ റോഡിന് വേണ്ടി അനുവദിച്ച ഫണ്ട് മാറ്റി നൽകിയതിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തളിക്കുളത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. താന്യത്ത് വീടിനകത്ത് ഷാൾ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. താന്യം സഹോദരവേദി വെണ്ടരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശാന്തിമോളുടെ മകൾ 13 വയസ്സുള്ള ആദിമയാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി. ഇതിനിടെ ഇവരോട് വഴക്കിട്ട മുറിയിൽ കയറി വാതിലടിച്ച് കഴുത്തിൽ ഷാളിട്ട് മുറുക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നവർ ശബ്ദം കേട്ട് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ ഷാൾ കുരുങ്ങിയ നിലയിലായിരുന്നു. ഇവർ ആംബുലൻസ് വിളിച്ച് ആദ്യം വലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച വൈകിട്ട് 7:30 മരിച്ചു. സംഭവത്തിൽ നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അന്തിക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അച്ഛൻ പരേതനായ മാളൂക്കര രാഗേഷ്, സഹോദരങ്ങൾ അഭിറാം, ആദിശേഷൻ. ട്രഷറിക്ക് മുമ്പിൽ പെൻഷൻ സംഘടന മധുര വിതരണം നടത്തി. UDF സർക്കാരിന്റെ പുതിയ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന്റെ ആഹ്ലാദ സൂചകമായാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരമുക്കിലുള്ള മണലൂർ സബ് ട്രഷറിക്ക് മുന്നിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. അഭിവാദ്യം അർപ്പിച്ച് പടക്കം പൊട്ടിച്ച ട്രഷറിയിലെയും മണലൂർ പഞ്ചായത്തിലെയും ജീവനക്കാർക്കും മധുരം വിതരണം ചെയ്തു. അനുമോദന യോഗത്തിൽ KSSPA തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM വിജയകുമാരി, നിയോജക മണ്ഡലം സെക്രട്ടറി CD ജോസഫ്, അരിമ്പൂർ മണ്ഡലം പ്രസിഡന്റ് KA തോമസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി പെൻഷൻകാരോട് കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരെയും പെൻഷൻകാരുടെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് പെൻഷൻകാരെ ദ്രോഹിച്ച ഇതുപോലൊരു സർക്കാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളം കണ്ടിട്ടില്ല. അതിനെയെല്ലാം മറുപടി എന്നോണമാണ് കേരളത്തിലെ പെൻഷൻ സമൂഹം, ഏകദേശം 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ സമൂഹം ആ പ്രതിഷേധം വോട്ടുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു സുവർണ കാലഘട്ടത്തിന് തിരിതെളിയിച്ചുകൊണ്ട് നമുക്കേവർക്കും പ്രിയങ്കരനായ കേരളത്തിൻ്റെ ജനമനസ്സറിയുന്ന ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് എടത്തിരുത്തിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ അയൽവാസിയും സുഹൃത്തുമായ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി കനാൽ കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം വട്ടപ്പള്ളി വീട്ടിൽ 43 വയസ്സുള്ള അനീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയും സുഹൃത്തുമായ അയ്യമ്പള്ളി കൊട്ടാരത്തിൽ വീട്ടിൽ അനൂപിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് അക്കാദമിയിലെ താൽക്കാലിക പാചക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട അനീഷ്. പ്രതിയായ അനൂപ് കോൺക്രീറ്റ് തൊഴിലാളിയാണ്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ അനീഷിന്റെ വീടിന് മുന്നിലെ റോഡിലായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ അനീഷും അനൂപും ഉൾപ്പെടെ 5 അംഗ സുഹൃത്തുക്കൾ അയ്യമ്പടിയിലെ സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ അനൂപും അനീഷും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ അനൂപ് അനീഷിനെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അനീഷിന്റെ വയറ്റിൽ കുത്തുകയുമായിരുന്നു. കുത്തേറ്റ അനീഷിനെ ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി അനൂപിനെ അയ്യമ്പടി ഉന്നതിയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. അനൂപ് കയ്പമംഗലം, മതിലകം, കൊട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി 1 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI പത്മരാജൻ, SI ജോഷ്യർ, SI അജാസുദ്ദീൻ, CPO ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞാണി മേഖലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം PK മോഹനൻ നഗറിൽ നടത്തിയ സമ്മേളന യോഗം സമിതി മണലൂർ ഏരിയ സെക്രട്ടറി KL ജോസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VD ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ സംഘടനാ റിപ്പോർട്ടിംഗ് അവതരിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV ഡേവിസ് മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. MK സദാനന്ദൻ, ഷാജി ഗോപാലകൃഷ്ണൻ, TN പ്രേമരാജൻ, KS സുഗതൻ എന്നിവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് PD ജയശങ്കർ, സെക്രട്ടറി KA ഷനൂബ്, ട്രഷറർ KK ദിനേശൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മെയ് 13 മുതൽ 16 വരെ ഗോവയിൽ വെച്ച് നടന്ന ലോക മാസ്റ്റേഴ്സ് പവർ ഗെയിംസ് ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ വനിതാ റഫറിയായി CS സൗമ്യ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ദേശീയ പഞ്ചഗുസ്തി മത്സരം, ഓൾ ഇന്ത്യ പോലീസ് മീറ്റ് എന്നീ മത്സരങ്ങൾ നിയന്ത്രിച്ച കേരളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വനിതാ റഫറി കൂടിയാണ് ചെമ്പൂത്ര ചെമ്പാലിപുറത്ത് സുധാകരൻ ശാന്ത ദമ്പതികളുടെ മകളായ സൗമ്യ. കഴിയമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി മുല്ലങ്കത്ത് നന്ദകുമാർ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്തിൽ പൂമൂടൽ നടന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷമാണ് പൂമൂടൽ നടന്നത്. ക്ഷേത്ര മേൽശാന്തി മനോജ്, ശാന്തിമാരായ സനോജ്, പുരുഷോത്തമൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ VU, രാധാകൃഷ്ണൻ VR, ഹരിദാസൻ VK, ഷാജി VL, സുരേഷ് VJ, ശാലി VJ, അനിരുദ്ധൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിയുക്ത മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന് തൃത്തല്ലൂർ മേഖലയിലെ 12 ബൂത്ത് പ്രദേശങ്ങളിൽ LDF തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണങ്ങൾ നൽകി. വിവിധ ബൂത്ത് പ്രദേശങ്ങളിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. LDF തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, പ്രസിഡന്റ് CB സുനിൽകുമാർ, VR ഷിജിത്ത്, CPI ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ, ശാന്തി ബാസി, MP ഭാസ്കരൻ, ഹേമലത പ്രതാപൻ, MA യൂസഫ്, ഗിരീഷ് മാത്തുക്കാട്ടിൽ, PB നിലേഷ്, MB ബിജു, VG വിനോദൻ, PR സുശീൽ, ഓമന മധുസൂദൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വിനോദൻ ചാളിപ്പാട്ട്, KA പ്രദീപ് കുമാർ, PS ദിനേശൻ, EK ചന്ദ്രൻ, VK മധു, RA ഷൗക്കത്ത് അലി, NK ലോഹിതാക്ഷൻ, TR ശശികല ടീച്ചർ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് വിജയം നേടിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ സന്ദേശങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമൂഹത്തിന് നൽകുന്നുണ്ട്. അത് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. മണലൂർ നിയോജകമണ്ഡലം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏത് ദിശയിലാണ് പോയത് എന്ന് നമുക്കെല്ലാം അറിയാം. അതേസമയം അഖിലേന്ത്യാ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നു. അവയെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ളതും നമുക്കെല്ലാം അറിയാം. അതായത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദിശാഗതിയും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ദിശയും പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തനിമയോടുകൂടി മണലൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇടവേള.
Malappuram Geeta Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തലക്കുളം പുളിപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കാറിൽ ഉണ്ടായിരുന്ന വയനാട് സ്വദേശി മരിച്ചു. വെള്ളമുണ്ട കവര ഹൗസിൽ മുസ്തഫയുടെ മകൻ 20 വയസ്സുള്ള മുജീബ് റഹ്മാനാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന മുജീബിന്റെ സഹോദരൻ നജീബ് റഹ്മാൻ കൂടാതെ കാറിൽ ഉണ്ടായിരുന്ന ഉമ്മയും സഹോദരിക്കും പരിക്കുണ്ട്. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വയനാട്ടിലേക്ക് പോകുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുജീബ് റഹ്മാനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ മരിച്ചു. കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നരസിംഹ ജ്യോതി പുരസ്കാരം കലാപീഠം ഹരീഷ് പശുപതിക്ക് സമർപ്പിക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഈ മാസം 21-ന് വൈകിട്ട് 7 മണിക്ക് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ വിതരണം ചെയ്യും. ഇതോടൊപ്പം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റും വിതരണം ചെയ്യും. മെയ് 20 മുതൽ 26 വരെ ഒരാഴ്ച കാലമാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തുന്നത്. ആദ്യ ദിനം വൈകിട്ട് 7-ന് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടംതുള്ളൽ ഉണ്ടാകും. മെയ് 21-ന് വൈകിട്ട് 7-ന് നടക്കുന്ന പുരസ്കാര വിതരണത്തിന് ശേഷം തിരുവാതിര കളിയും ചാക്യാർ കൂത്തും അരങ്ങേറും. 22-ന് വൈകിട്ട് ഭജൻസ്, 23-ന് ഡാൻസ്, 24-ന് വൈകിട്ട് നൃത്താർച്ചന, 25-ന് 10 ടീമുകൾ അവതരിപ്പിക്കുന്ന തിരുവാതിര, അവസാന ദിവസമായ മെയ് 26-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകളും രാവിലെ നടത്തുന്ന മേളത്തിന് ശേഷം പ്രസാദ ഊട്ടും വൈകിട്ട് 7-ന് കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സുഷമ സുനിൽ, ട്രഷറർ K സൂര്യനാരായണൻ, ട്രസ്റ്റി രമേശ് നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. എടമട്ടം സ്നേഹസംഗമം കൂട്ടായ്മ സംഘടിപ്പിച്ച കുടുംബയോഗം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. വർഷത്തിൽ 3 പരിപാടിയെങ്കിലും നമ്മുടെ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഓണത്തിന്, വാർഷികത്തിന്, ഇതുപോലെ പഠനോപകരണങ്ങൾ. ഈ പഠനോപകരണങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം മേഖലയിലെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കൂട്ടുകുടുംബത്തിൻ്റെ മറ്റൊരു വശം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഞാൻ ഏറ്റവും ഇവിടെ എല്ലാ പരിപാടിക്കും വരാനുള്ള കാരണം കുടുംബ ബന്ധങ്ങളുടെ മഹത്വം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം 17 വർഷക്കാലമായി ഇവിടെ ഒട്ടനവധി വീടുകൾ ഒന്നിച്ച് ഒരു കുടുംബ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും
ആ കൂട്ടായ്മയിലൂടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും കൂട്ടിയിണക്കിക്കൊണ്ട് 17 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച ഒരു സംഘടനയാണ്, ഒരു ജീവകാരുണ്യ സംഘടനയാണ്, ഒരു നന്ദിയുടെ സംഘടനയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ. കലാസാഹിത്യ രംഗത്ത് 55 വർഷം പൂർത്തീകരിച്ച ബാപ്പു വലപ്പാടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സംഗമത്തിൽ പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷനായി. രക്ഷാധികാരി PK ഷാജു, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം രജനി സത്യൻ, സാംസ്കാരിക പ്രവർത്തകരായ മുഹസിൻ മാസ്റ്റർ പാടൂർ, RI സക്കരിയ, അബ്ദുൾ അസീസ് തളിക്കുളം, വിജി തമ്പി, എഴുത്തുകാരി ലിൻഡ ജാനകി, തളിക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ ഹെഡ് മിസ്ട്രസ് വസന്തകുമാരി, സ്നേഹസംഗമം കോർഡിനേറ്റർ സുരേന്ദ്രൻ വെള്ളാഞ്ചേരി, സെക്രട്ടറി ധന്യ സുരേഷ്, KS സലിൽ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ ആദ്യലക്ഷ്മി VS, ക്രിസ്റ്റീന ഷിബു എന്നിവരെ അനുമോദിച്ചു. സ്നേഹസംഗമം കൂട്ടായ്മയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. താന്യം 18-ാം വാർഡ് ന്യൂ ഗാർഡൻ റോഡിനു വേണ്ടി അനുവദിച്ച 10 ലക്ഷം രൂപയുടെ ഫണ്ട് മാറ്റി നൽകിയതിൽ പ്രതിഷേധിച്ച് BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷനായി. 18-ാം വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രൻ, പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് സുഗേന്ദു, ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, രതീഷ് TG, P കൃഷ്ണനുണ്ണി, NS ഉണ്ണിമോൻ, നിഷ പ്രവീൺ, ജോഷി ബ്ലാങ്ങാട്ട്, PR സിദ്ധൻ, NS സുഗതൻ, രാധിക CR, ഉണ്ണികൃഷ്ണൻ കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രാദേശികമായിട്ടുള്ള വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. എല്ലാവരെയും ഭരണസമിതി അംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിപ്പോ ഒരു അംഗമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറേയും ഒരു അംഗമുള്ള കോൺഗ്രസിന്റെ മെമ്പറേയും ഒക്കെ ഭരണസമിതി അംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസഹിഷ്ണുത കാരണം അവർക്ക് നല്ലതുപോലെ അറിയാം ഈ ബംഗാളിലും ഇന്ത്യ മഹാരാജ്യത്തുമൊക്കെ സംഭവിച്ചത് നല്ലതുപോലെ കാണുന്നവരാണ്. കാരണം ഇന്ന് ജയിച്ചത് ഒരു മെമ്പറാണെങ്കിൽ ആ 1-10 ആകാൻ അധികം സമയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്ന് നല്ലതുപോലെ അറിയുന്ന ആളുകൾ. കേരളത്തിന്റെ 13ാമത് UDF മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന്റെ സന്തോഷം വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി അസീം ജാസീർ നവജീവൻ ശാന്തിഭവൻ വൃദ്ധസദനത്തിലെ പ്രായമായ അച്ഛന്മാർക്കും അമ്മമാർക്കും മധുരം നൽകിക്കൊണ്ടാണ് ഈ സന്തോഷം ആഘോഷിച്ചത്. തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസീന താജുവും ഈ സന്തോഷത്തിൽ പങ്കുചേർന്നു. വലപ്പാട് പഞ്ചായത്തിലെ വാർഡ് 17-ലെ തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് വാർഡ് മെമ്പറുടെ ഓണറേറിയത്തിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് ഗംബൂട്ട് വിതരണം ചെയ്തു. തൊഴിലിടങ്ങളിൽ സുരക്ഷയും കരുതലും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഗംബൂട്ട് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ ജിതിൻ റാം ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൺവീനർ ശിവജി മഹാത്മ അധ്യക്ഷനായി. വികസന സമിതി അംഗങ്ങളായ ജിഷ്ണു വാഴപ്പള്ളി, ഷിസ്മ പ്രശാന്ത്, ശരത് പാറേക്കാട്ട്, ഷൈൻ തേനാശ്ശേരി, ലെന്നി ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വിപുലമായി ആഘോഷിച്ചു. എടമുട്ടം സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ മധുരം വിളമ്പി. നാസിക് ഡോളിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പയലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ രഞ്ജൻ എരുമത്തുരുത്തി, MM ഇക്ബാൽ, ബാബു കുന്നുങ്ങൽ, സലീം, വികാസ്, തോമസ്, കരയാമുട്ടം ബാങ്ക് പ്രസിഡന്റ് കബീർ, ഡയറക്ടർമാരായ സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പള്ളി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മേജി തോമസ്, മഞ്ജു, ഫാത്തിമ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷാമില സലീം, അജ്മൽ ഷെരീഫ്, പഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ്, സുമേഷ് പാനാട്ടിൽ, ഉഷ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രാകേഷ്, അസ്ലം, ആദിൽ, റിനീഷ്, ശ്രീജിൽ, ഡിജിൽ ഡേവിസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് യദുകൃഷ്ണ എന്നിവർ പങ്കെടുത്തു.
ഒരിടവേള കൂടി. വേണാട് ഫിനാൻസ് നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കുന്ന UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ഷെഡ് സ്റ്റോപ്പ്, മൂന്നുംകൂടിയ സെന്റർ, താന്യം സെന്റർ എന്നീ സ്ഥലങ്ങളിലൂടെ നടന്ന് പെരിങ്ങോട്ടുകര കിഴക്കേ നടയിൽ സമാപിച്ചു. വാദ്യമേളങ്ങളോടെയും വഴിയാത്രക്കാർക്കും സെന്ററുകളിലെ കടകളിലും മധുര വിതരണം നടത്തിയും പടക്കം പൊട്ടിച്ചുമാണ് ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ പ്രദീപ് VK, രാമൻ നമ്പൂതിരി, ഷാഫി കല്ലുങ്കടവ്, ഹബീബുള്ള, MK ചന്ദ്രൻ, ബിന്ദു ശരവണൻ, മാധവൻ നായർ, പോൾ പുലിക്കാട്ടിൽ, റോയ് ആന്റണി, പ്രമോദ് കണിമംഗലത്ത്, ബെന്നി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്മാപ്പള്ളി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചെമ്മാപ്പള്ളി നൂറുൽ ഹുദ മദ്രസ ഹാളിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KR മോഹനൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ, ഷെൽവൻ എന്നിവർ സംസാരിച്ചു. വളരെ സന്തോഷമാണ് ചെമ്മാപ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ. നാട്ടിക നിയോജകമണ്ഡലത്തിൽ എണ്ണം കൊണ്ട് ചെറുതാണെങ്കിലും പ്രവർത്തനം കൊണ്ട് നല്ല വിപുലമായ പ്രവർത്തനം നടത്തുന്ന യൂണിറ്റാണ് ചെമ്മാപ്പള്ളി എന്നതുകൊണ്ട് ചെമ്മാപ്പള്ളിയിലെ മുഴുവൻ പ്രവർത്തകരെയും വ്യാപാരികളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം. നമുക്ക് പൊതുവെ ഇവിടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കണക്ക് കൂട്ടത്തിലൊക്കെ കടന്നുപോയി അല്ലേ. പൊതുവായിട്ട് വ്യാപാരത്തിന്റെ ഭാവി എന്താണ്, വരുന്ന കാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെ ഭാവി എന്താണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വ്യാപാരം കടന്നു വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങി വെച്ച് ചെറിയ ലാഭത്തിൽ വിൽക്കുന്ന ഈ പരിപാടി ദീർഘകാലം മുന്നോട്ട് പോകും. ബാലസംഘം ചേർപ്പ് ഏരിയ ലീഡ് സമ്മർ ക്യാമ്പ് താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ചെല്ലപ്പൻ മാസ്റ്റർ പുരസ്കാര ജേതാവ് TM അവനിജ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ലെനറ്റ് റോസ് അധ്യക്ഷയായി. ജില്ലാ ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് KV ബാബു, ഏരിയ കൺവീനർ ബസന്ത് കൃഷ്ണ, OS സുബീഷ്, ദേവിക രാജ്, സുരേഷ് താനാപറമ്പിൽ, സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അനിൽ പരക്കാടിന്റെ മാജിക് ഷോ, മുൻ നേതാക്കളുടെ സംഗമം എന്നിവ നടന്നു. ചൊവ്വാഴ്ച കുട്ടികളുടെ നാടകം, വീരനാട്യം,
പാട്ടുകൂട്ടം, ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടുകൾ, ഹാപ്പിനെസ് ഫെസ്റ്റ് എന്നിവ നടക്കും. കാണാനും കേൾക്കാനും പഠിക്കാനും അതിൽ നിന്ന് ചിന്തിക്കാനും പിന്നെ അതിലുപരി കുട്ടികളുടെ നേതൃപാഠവും വളർത്തിയെടുക്കാനും ഉതകുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പ്. ബാലസംഘം കുട്ടികളുടെ ഒരു ബദൽ വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയാണ്. എന്നാൽ എന്താണ് വിദ്യാഭ്യാസം? നമ്മൾ ക്ലാസ് മുറികളിൽ നിന്ന് പാഠപുസ്തകങ്ങളിലൂടെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല. നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്ന് പല ജീവിത പാഠങ്ങളും മൂല്യങ്ങളും നാം ആർജിക്കേണ്ടതുണ്ട്. കയ്പമംഗലം വിജയഭാരതി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ തിരുമുറ്റം ഗ്രൂപ്പിന്റെ 4ാമത് വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകുന്നത്. ഈ മാസം 21 ഉച്ചയ്ക്ക് 2-ന് 3 പീടിക വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തിരുമുറ്റം ഗ്രൂപ്പ് അഡ്മിൻ ബേബി ജോസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിലിനെ ചടങ്ങിൽ ആദരിക്കും. വിജയഭാരതി സ്കൂളിന്റെ മുൻകാല ചരിത്രം KR രാമകൃഷ്ണൻ അനുസ്മരിക്കും. തുടർന്ന് നടക്കുന്ന ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ചന്ദ്രിക പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. തിരുമുറ്റം ഗ്രൂപ്പ് ഭാരവാഹികളായ ബേബി ജോസ് ചാലിശ്ശേരി, KR ദിലീപ്, മീര സുരേഷ്, ഗീത സുരേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SNSC ചന്ദ്രാപിന്നിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നവമി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പേമൻ മുഖ്യാതിഥിയായി. ഇന്റർനാഷണൽ കോച്ച് ജിഷാദ്, മുൻ ഇന്ത്യൻ നേവി താരം ഉത്തം കുമാർ, PC രവി, TG രാഗേഷ്, SNSC ഭാരവാഹികളായ സാജു കാളാന്ത്ര, ജനു പൊനത്തിൽ, സന്തോഷ് കൊല്ലാറ, സിജ സാജു തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ ടൈമിലും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൽ SNSC ക്ലബ്ബ് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നതാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി തന്നെ കുട്ടികൾ മറ്റ് ലഹരിയിലേക്ക് കടക്കാതെ തന്നെ കളിയിലൂടെ ലഹരി ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ടിറങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളെ എന്നും നാടിനും എപ്പോഴും നമുക്ക് ഇവിടെ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം നിരവധിയായ പ്രവർത്തകരാണ്. വായനക്കളരിയുടെ ഭാഗമായി വടനപ്പള്ളി ജീവൻ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ നാടക ആസ്വാദനത്തിന് വേണ്ടി നാടകം അഭിനയിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക, അങ്ങനെ എല്ലാ മേഖലകളിലും കുട്ടികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ ഒരു മാസക്കാലം കേരളത്തിലെ എല്ലാ വായനശാലകളും സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് മധുരം മലയാളം എന്ന ഒരു പദ്ധതി പേരിട്ടുകൊണ്ട് തന്നെ മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടി എന്ന നിലയിൽ കുട്ടികളെ കൊണ്ട് ഏറ്റവും പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ മലയാള ഭാഷയിൽ താല്പര്യമുള്ളവരാക്കുക, മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നാണ്. PD ബെന്നി അധ്യക്ഷത വഹിച്ചു. KS ബിനോജ്, സമീർ അമ്പലത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ പാട്ടുകൂട്ടത്തിൽ അഖിൽ വാടനപ്പള്ളി, നൌഷാദ് പടിയം, ലതീഷ് എള്ളവള്ളി, സമീർ അമ്പലത്ത്, ബഷീർ അറക്കൽ, കബീർ വാടനപ്പള്ളി, നാസർ അമ്പലത്ത്, TR റഷീദ് അഞ്ചങ്ങാടി, സുദർശനൻ ആയിരങ്കണ്ണി, രാജേഷ് ആയിരങ്കണ്ണി, മണികണ്ഠൻ ആലുങ്കൽ, റഫീഖ് വാടനപ്പള്ളി, മണികണ്ഠൻ വാടനപ്പള്ളി, ആരിഫ്, അബ്ദുൽ ലത്തീഫ് കെട്ടുങ്ങൽ, മാസ്റ്റർ റിൻഷാദ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പ്രസീത ടീച്ചർ, ലൈബ്രറിയൻ VK നാഷിദ, മനീഷ KK സുമേഷ്, PM നസീർ, ഫഹദ്, അനിൽ തൃത്തലൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. े
നടമാടാൻ വരികയോ എന്നെ വിളിച്ചുണർത്താൻ പ്രിയദർശിനി നീകാരവതിയായി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വലപ്പാട് കിഴക്കൻ വീട്ടിൽ ജിത്തിനെ കാപ്പ ചുമത്തി 3 മാസക്കാലത്തേക്ക് നാടുകടത്തി. ജിത്തിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും ഒരു അടിപിടി കേസും സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും മാനഹാനി വരുത്തുകയും ചെയ്ത 2 കേസും അടക്കം 7ഓളം ക്രിമിനൽ കേസുകളുണ്ട്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ എ, GSI ഹരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി എന്നിവർ പ്രധാന പങ്ക് വഹിച്ചു. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷിച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും UDF അംഗങ്ങളും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും തൃപ്പയാർ പോളി ജംഗ്ഷനിലും മധുരം നൽകിയാണ് ആഘോഷിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, UDF മെമ്പർമാരും പങ്കെടുത്തു. താന്യം പഞ്ചായത്ത് 4-ാം വാർഡ് തണ്ടാശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള രാധാകൃഷ്ണന്റെ വീടിന്റെ ജനൽ തകർക്കുകയും വാഹനം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത അക്രമിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിന്റെ സമയോചിത ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആക്രമണം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. അക്രമിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു നൽകാൻ നാട്ടുകാരുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചു. EP ഹരീഷ്, റിനി കൃഷ്ണപ്രസാദ്, രതീഷ് TG, നിഷ പ്രവീൺ, ഉണ്ണിമോൻ, ജയശങ്കർ, സുഗേന്ദു സെൻ, സന്തോഷ് തണ്ടാശ്ശേരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അനിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് എൻ്റെ ഗ്രാമം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. മുഴുവൻ വാർഡ് പ്രദേശത്തും നടത്തുന്ന ശുചീകരണ പരിപാടികൾ ക്ലോറിനേഷൻ, കാന, തോട്, നീരൊഴുക്ക് വീണ്ടെടുക്കൽ എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്ത സോളമൻ, AV ശ്രീവത്സൻ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാർഡുതല ശുചിത്വ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. തളിക്കുളങ്ങര ശ്രീ പരദേവത നാഗത്താൻ കാവിൽ ഓറീസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള ചിത്രരചന മത്സരവും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ യോഗവും സംഘടിപ്പിച്ചു. തളിക്കുളങ്ങര നാഗത്താൻകാവ് മഠാധിപതി TK സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ബാലുമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. TG ധർമ്മരത്നം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ തളിക്കുളം യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ചന്ദ്രബോസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു വെന്നിക്കൽ, ട്രഷറർ TK സുകുമാരൻ, കൺവീനർ മദനൻ, ഓഡിറ്റർ മോഹനൻ മാസ്റ്റർ, TK പത്മജ, TV ബിമൽ, പ്രിൻസ് മദൻ, TS ബിജു, പ്രതിഭ ടീച്ചർ ഭാനുമതി ഒല്ലേക്കാട്ട്, കലാകേന്ദ്രം അധ്യാപകൻ ഷാനിൽ എന്നിവർ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിച്ച് നൽകിയ ഒരു ഇതാണ് ലതാകൃഷ്ണന്റെ കഴിവ്. അത് ഈ ബഹത്തെ ഹുവ പാനിക്ക ഗംഗരാവട്ടാണ്. ഒഴുകുന്ന വെള്ളത്തിന് ഗംഗരാവട്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്കുമ്പോൾ ഒഴുകുമ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാവും. അതിന് സംഗീതമുണ്ട്. അതാണ് ലതാ മങ്കേഷ്കർ ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ യോഗത്തിൽ അവരെ പരിചയപ്പെടുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും ആരേക്കാൾ വലിയവരല്ല, ആരും ആരേക്കാൾ ചെറിയവരല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ആസാദിനെ പറ്റി കേട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് സ്വപ്നം കാണാനാണ്. 555 അമ്മമാരിൽ നിന്നും തിരഞ്ഞെടുത്ത് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ വാടനപ്പള്ളി സ്വദേശി സൈനബ ഫൈസലിനെ ആദരിച്ചു. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നടത്തിയ സേവനങ്ങൾ മുൻനിർത്തിയാണ് സൈനബ ഫാസിൽ നേട്ടം കരസ്ഥമാക്കിയത്. ചടങ്ങിൽ മഞ്ജുഷ, റഷീദ, ശാരിക ഗണേശ് എന്നിവർ സംസാരിച്ചു.
SSLC പരീക്ഷയിൽ ഫുൾ A+ നേടി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മഹാത്മജി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു. മഹാത്മജി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മേജി ലോനപ്പൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, രഘുനലയിൽ രഘുനാഥൻ, PB, CD വിൽസൺ, P തങ്കമണി ടീച്ചർ, P ബാലകൃഷ്ണൻ, ജോർജ് അരിമ്പൂർ, KK അബ്ദുൾ ഖാദർ, CR വേണുഗോപാലൻ, PA നൌഷാദ്, ഷാഹുൽ പാടൂർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താന്യത്ത് വീടിനകത്ത് ഷാൾ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. താന്യം 18ാം വാർഡ് ന്യൂ ഗാർഡൻ റോഡിന് വേണ്ടി അനുവദിച്ച ഫണ്ട് മാറ്റി നൽകിയതിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തളിക്കുളത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.